അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഉദ്ദേശം സിറ്റി റൈഡറിൽ കയറുക എന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ കയറാം. ചേട്ടാ, എത്ര മണി തുടങ്ങും സ്റ്റാർട്ട് ചെയ്യണേ? 3 മണി. കയറാമല്ലേ? ഒന്ന് വട്ടം ചുറ്റി എടുത്തോട്ടെ വീഡിയോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ സിറ്റി റൈഡ് തുടങ്ങുകയാണ്. തിരുവനന്തപുരം തലസ്ഥാനത്തിൻ്റെ സിറ്റി റൈഡ് ബസ്സിൽ കേരള സ്വിഫ്റ്റ്, ഏതാണ് KSRTC സ്വിഫ്റ്റ് സിറ്റി റൈഡിലേക്കുള്ള യാത്രയാണ്. അനുവിന് ബസ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാത്തു കയറാം. എത്ര രൂപ ടിക്കറ്റ്? 200 അല്ലേ? മുകളിൽ അതെ, മുകളിൽ വേണം. 18 രൂപ ടിക്കറ്റ്. ആള് വരുമല്ലേ? യെസ്. നമ്മളെ പേരെങ്ങനെ? സന്ദീപ്. സമീർ. തുടക്കം മുതലുണ്ടോ? അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായി? ആക്ച്വലി 6 മാസമായി അല്ലേ? തെറ്റില്ലാതെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ പുറകെ നിന്ന് ആൾ വരുമല്ലേ? ശരി, മുകളിൽ കയറിയതല്ലേ? ഓക്കെ, താങ്ക്സ്. അപ്പോൾ താഴത്തെ സീറ്റും പടികളുമാണ് ഇതൊക്കെ. ഇത് രണ്ട് വഴിയുണ്ട്, 2 സ്റ്റെപ്പുണ്ട്. ഇതുവഴി കയറാം. ഇത് അപ്പുറത്തൊരു വഴിയുണ്ട്, ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. ഇതുവഴിയും കയറാം. അപ്പോൾ നമുക്ക് കയറിയാലോ? നമുക്ക് ഫ്രണ്ടിലെ ക്യാബിൻ വഴി കയറാം. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇടിയും കിട്ടി ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ ക്യാബിൻ. നമുക്ക് സിറ്റി മുഴുവൻ കാണേണ്ടതുള്ളതുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കാണുന്നതാണ്, ഇതാണ് നമ്മളെ ഈ സ്പോട്ട്. ഇത് വടക്കേക്കോട്ട. ഈ കാണുന്നത് പുത്തരിക്കണ്ടം മൈതാനം. തരണം, പൈസ തരാം. 200 അല്ലേ? അപ്പോൾ 200 രൂപ ടിക്കറ്റാണ്. ചേട്ടാ, ഇത് എടുക്കണം. 500 പിടിക്കാം. ഓ, താങ്ക്സ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ടിക്കറ്റ് തന്നു 200 രൂപ. അപ്പോൾ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഭാഗം. ഇത് നമ്മൾ കയറിയ ഈ സ്പോട്ടിലെ ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റാൻഡ്. അപ്പുറത്താണ് ടിക്കറ്റ്. അത് ഇൻഫർമേഷൻ സെൻറ്റർ അവിടെയാണ്. ടിക്കറ്റ് ബസ്സിനുള്ളിൽ നിന്ന് വാങ്ങാം. നമ്മൾ ഈ കാണുന്നത് ഈ സ്പോട്ട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ എൻ്റെ കൂടെ വേറെയും ബ്ലോഗേഴ്സ്മാരുണ്ട്. അപ്പോൾ പ്രശസ്തമായ ഗണപതി അമ്പലം. അപ്പോൾ ഇതാണ് നഗരസഭയുടെ പുത്തരിക്കണ്ടം മൈതാനം. അപ്പോൾ ബസ് മേൽക്കൂരയില്ലാത്ത ബസ്സാണ്. അപ്പോൾ മേൽക്കൂരയില്ലാത്ത ബസ്സിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യണു. ഞാനും വേറൊരാളും മാത്രമേ തൽക്കാലം ഉള്ളൂ. ഇന്നലെയൊക്കെ മഴ പെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഗണപതി അമ്പലം. ഏറെ പ്രശസ്തമായ ഗണപതി അമ്പലമാണ് ഈ കാണുന്നത്. ഗണപതി അമ്പലം ഇപ്പോൾ അത് നട അടച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മളെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്, അപ്പുറത്ത് വടക്കേക്കോട്ട. അങ്ങോട്ട് പോയാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ആ വഴിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നഗര കാഴ്ച. ഇങ്ങനെ 1 by 1 ആയിട്ട് കാണിക്കാം. ഇവിടെ പ്രശസ്തമായ എല്ലാ ബ്രാൻഡ് ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ യാത്രക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബാഗ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജോസ്കോ ഉണ്ട്. പിന്നെയോ ഇങ്ങനെ ഓരോന്നേരം കാണിച്ചു തരാം. മൈജി ഷോപ്പ്, സ്മാർട്ട് ബസാർ, പിന്നെ മലബാർ ഗോൾഡ് ഡയമണ്ട്സ്. അപ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജ്
ഇടത്തോട്ട് പോയ കന്യാകുമാരി, വലത്തോട്ട് പോയ നേരെ പോയ കോവളം. ആറ്റുകാലിൽ പോകുന്നതാണ് ആ ഓവർബ്രിഡ്ജിൻ്റെ ഇത്. രണ്ട് സൈഡും കണ്ടല്ലോ പ്രശസ്തമായ ആസാദ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ആ 4 കൂടിയ മുക്കെത്തി. ഇതിനകത്താണ് SL തിയേറ്റർ. 4 തിയേറ്റർ പണ്ടേ SL തിയേറ്റർ ഫേമസ് ആണത്. അപ്പോൾ 4 കൂടിയ SL തിയേറ്റർ ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പോത്തീസ് ഇത് SMB സ്കൂൾ. ആ കാണുന്നത് SMB സ്കൂൾ. പോത്തീസിൻ്റെ സ്വർണ്ണമഹലാണ് ഈ കാണുന്നത്. പോത്തീസ് സ്വർണ്ണമഹൽ. പോത്തീസിൻ്റെ ഇതല്ലേ പോത്തീസ് ഷോപ്പ്. അപ്പോൾ തൊട്ടടുത്ത് ഭീമ, അവിടെ പണി നടക്കുന്നു. പണ്ടേ ഉണ്ട് ഭീമ, ഇപ്പോൾ എന്തോ റിന്യൂവേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദ കോളേജ് ജംഗ്ഷൻ. ഇതാണ് ആയുർവേദ കോളേജാണ്. ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ആ വയറൊക്കെ ഉണ്ട്, നോക്കി നോക്കിയാൽ പണി കിട്ടും കേട്ടാ. അന്നാഭവൻ, ചുങ്കത്ത് ജ്വല്ലറി, ഒരു ചെറിയ അമ്പലം, ഉജ്ജയിനി മഹാകാളി അമ്പലം, റോയൽ ക്ലബ് ആൻറ്റിക്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് സ്റ്റാച്ചു എത്താറായി. സ്റ്റാച്ചു ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റും ചുറ്റുവട്ടവും കാണാം. റീഗൽ ജ്വല്ലേഴ്സ്, രാജകുമാരി ജ്വല്ലറി, ബ്ലൂ സ്റ്റോൺ, അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് കാണണ്ടേ. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ആകാശത്തൂടെ കണ്ടുപോകുക. ഇതാണ് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം, ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്. ഇതാണ് സെക്രട്ടേറിയറ്റ്. ഇവിടെയാണ് ദിനേന സമരമുഖങ്ങളും പോർമുഖങ്ങളും ഒക്കെ കൊണ്ടാടുന്ന ഒരു വേദിയാണിത്, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടേറിയറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് കണ്ടു. ഇത് ഓരോരുത്തർ ഇപ്പോൾ സമയം 3:15. ഇന്ന് സമരം ഒക്കെ കഴിഞ്ഞ് തളർന്നു സ്ഥിരമായി സമരം ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ റെസ്റ്റിലാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിന് കണ്ടല്ലോ, അതാണ് സെക്രട്ടറി. ഇതാണ് നമ്മൾ AG's ഓഫീസ് എന്ന് പറയും. അക്കൗണ്ട്സ് ജനറൽ ഓഫീസാണിത്. ഓഫീസ് ഓഫ് ദ പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ കേരള, കാനറ ബാങ്ക്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ സ്പെൻസറാണ്. സ്പെൻസർ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്പെൻസർ ഇപ്പോൾ പൂട്ടിപ്പോയി. വളരെ പഴക്കമുണ്ട് ഈ സ്പെൻസർ ജംഗ്ഷൻ. പിന്നെ ഒരു ഫേമസ് ഹോട്ടലാണ് സൗത്ത് പാർക്ക് ഹോട്ടൽ. അപ്പുറത്ത് ഉമ്മൻചാണ്ടി സ്ഥിരമായി വന്നിരുന്നൊരു പള്ളിയാണ്, ഓർത്തഡോക്സ് പള്ളി, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയാണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, പാളയം യൂണിവേഴ്സിറ്റി കോളേജാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ, ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അദ്ദേഹം ജ്ഞാനി സെയിൽ സിംഗ് ആണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ആരാണെന്ന് അറിയാവോ? ആരായിരിക്കും? പട്ടം താണുപിള്ളയാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നേരെ കാണുന്നതാണ് വിക്ടോറിയ ഹാൾ, അയ്യങ്കാളി ഹാളായി. പണ്ട് നേരത്തെ വിക്ടോറിയ ഹാളായിരുന്നു, ഇതിപ്പോൾ അതേ പേര് മാറ്റി അയ്യങ്കാളി ഹാളാക്കി. ഇത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹിന്ദി, മലയാളം, സംസ്കൃത വിഭാഗങ്ങളുള്ളതാണ് ഈ സെക്ഷൻ. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗമാണ്. വലയ സൈഡ് ലെഫ്റ്റ് ഇതാണ് അയ്യങ്കാളി ഹാള്, വിക്ടോറിയ ഹാള് പേര് മാറ്റി അയ്യങ്കാളി ഹാൾ ആക്കി.
ഹോട്ടൽ അരുണ പണ്ട് മുതലേ ഉള്ളൊരു ഹോട്ടലാണ് അരുണ ഹോട്ടൽ. അപ്പോൾ ഇനി നമുക്ക് തിരുവനന്തപുരത്തിൽ ശരിക്കുള്ളൊരു പ്രത്യേകത കാണണ്ടേ, മതസൗഹാർദ്ദത്തിൻ്റെ ഒറിജിനൽ കാണണമെങ്കിൽ ഇത് ഗണപതി അമ്പലം. തൊട്ടടുത്തിരിക്കുന്നത് പാളയം മുസ്ലിം പള്ളിയാണ്. വളരെ ഒരു മതിൽക്കെട്ട് ചേർന്നിരിക്കുന്നതാണ്. ഒരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ നിവാസികളുടെ ഒരു പ്രത്യേകത. വേറെ ജസ്റ്റ് ഇതായി അപ്പുറം നോക്കിയേ, പാളയം RC പള്ളിയാണ്. ഇവിടെ ലഹളകളില്ല, മതസൗഹാർദ്ദം എടുത്തു പറയണം. അപ്പുറം ആ കാണുന്നതാണ് കണ്ണിമറ മാർക്കറ്റ്. ജസ്റ്റ് കാണിക്കാൻ വിട്ടുപോയി, തിരിച്ചു വരുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. കണ്ണിമറ മാർക്കറ്റ് പഴമയുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എവിടെ എത്തി? ചന്ദ്രശേഖരൻ നായർ, ഇത് രക്തസാക്ഷി മണ്ഡപം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പാളയം എന്നാണ് RC പള്ളി. ഇത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കണ്ടാലോ. ഇവിടെയും കൊണ്ടൊരു കല്യാണം. ഇതേ കാണുന്നതാണ് ഫൈൻ ആർട്സ് കോളേജാണത്. അപ്പുറം പബ്ലിക് ലൈബ്രറി. നമ്മുടെ നിയമസഭ കാണണ്ടായേ, നമ്മുടെ സാമാജികർ തല്ലുകൂടുന്ന സ്ഥലം കണ്ടേക്കാം. ഇതാണ് കേരള നിയമസഭ സമുച്ചയം. ഇവിടെ ഒരു സിഗ്നലാണ്, 4 കൂടിയ മുക്ക്. നമ്മുടെ ഇതൊരു സ്റ്റേഡിയമാണ്, സ്പോർട്സ് സ്റ്റേഡിയം. എന്തായിരിക്കും അതിൻ്റെ പേര്? ജിമ്മി ജോർജ് സ്റ്റേഡിയമാണിത്. ഇതേ കാണുന്നത് ഒരു മാസ്കറ്റ് ഹോട്ടൽ, പണ്ട് മുതലുള്ള പ്രശസ്തമായ ഒരു ഹോട്ടലാണ് മാസ്കറ്റ് ഹോട്ടൽ, അതാണത്. അപ്പോൾ ജിമ്മി ജോർജ് സ്റ്റേഡിയം ഇത് നമ്മൾ 4 കൂടിയ മുക്കി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും തിരുവനന്തപുരം സിറ്റി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. അപ്പം താഴോട്ട് പോയാൽ ഇത് PMG ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ പേര് PMG ജംഗ്ഷൻ. കേരള ലോകായുക്ത നിയമസഭാ സമുച്ചയം PMG ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മൾ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിൽക്കണം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നിയമസഭയുടെ ഒരു എഡ്ജാണ്. നേരത്തെ കണ്ടില്ലേ, നിയമസഭയുടെ ഒരു എഡ്ജാണ്. അപ്പോൾ നമുക്കിത് തിരിഞ്ഞ് ഇത് പോകണം. അതാണ് മാസ്കറ്റ് ഹോട്ടലിൽ നമ്മൾ ജിമ്മി ജോർജ് സ്റ്റേഡിയം വട്ടം ചുറ്റി പോവാം. അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു ആണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയം നമ്മൾ ജിമ്മി ജോർജ് സ്റ്റേഡിയം പാസ് ചെയ്യുന്നു. അപ്പം മാസ്കറ്റ് ഹോട്ടൽ, ഇത് മാസ്കറ്റ് ഹോട്ടലാണ്. മാസ്കറ്റ് ഹോട്ടൽ നമ്മൾ ക്രോസ് ചെയ്ത് ഇത് ഏതാണെന്നറിയാവോ, നമ്മുടെ CSI പഴമയുള്ളൊരു CSI പള്ളീൻ്റെ അതെന്താണ് സെൻറ്ററാണ്. ഇതാണ് CSI MM ചർച്ച്, വിൽസ് ഹോസ്റ്റൽ ഫോർ ബോയ്സ്. CSIയുടെ ആസ്ഥാനം കൂടിയാണിത്. മഹാ ഇടവക എന്നാ പറയുക. CSIയുടെ മഹാ ഇടവക ഹെഡ് ക്വാർട്ടേഴ്സാണ് തിരുവനന്തപുരത്ത്. LMS കോമ്പൗണ്ടാണിത്. അപ്പോൾ ഇത് നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൻ്റെ മറ്റു സൈഡാണ്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് മ്യൂസിയം ജംഗ്ഷനിലേക്കാണ്. എന്തായാലും തിരുവനന്തപുരത്തിന് പ്രത്യേകത അറിയാം. തൊട്ടടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മന്ദിരമാണ്. അവിടെ സമര പരിപാടിയുമായിട്ട് ആൾക്കാരിരിപ്പുണ്ട്. തൊഴിലാളികളാണ്. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ ടൂർ കമ്പനിയുടെ ഓഫീസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന ഇതാണ് തിയേറ്റർ മെറ്റീരിയൽ മെമ്മോറിയൽ ചർച്ച്. സമരവും ആവശ്യം പോകാൻ നമ്മൾ തിരുവനന്തപുരം നഗരസഭ കവാടത്തിന് മുന്നിലാണ്. കുടിൽ കെട്ടി സമരമാണ്, അനിശ്ചിതകാല കുടിൽ കെട്ടി സമരം. അപ്പോൾ നമ്മൾ മ്യൂസിയം ജംഗ്ഷനിലെത്തി. എവിടെ എത്തി? മ്യൂസിയം ജംഗ്ഷനിലെത്തി. ഇടത്തോട്ട് മ്യൂസിയം. അപ്പോൾ സമരം കണ്ടാലോ, കുടിൽ കെട്ടി അനിശ്ചിതകാല റിലേ സമരമാണ്.
ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ജോലി ഞങ്ങൾ തന്നെ ചെയ്യുമടാ ചെയ്യുമടാ കുട്ടേട്ടാ ചെയ്യുമടാ അപ്പോൾ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ, ഇപ്പുറം കാണുന്നത് മ്യൂസിയം. അപ്പോൾ മ്യൂസിയം, സത്യൻ സ്മാരക ഹാള്, പിന്നെ കമ്മീഷണറേറ്റ് ഓഫീസാണിത്. കമ്മീഷണർ ഓഫീസ്, സർക്കാർ കമ്മീഷണർ ഓഫീസ്. മ്യൂസിയത്തിൻ്റെ ഭാഗം ഇത് പബ്ലിക് ഓഫീസ് കോംപ്ലക്സ് ആണിത്. വലേ സൈഡ്, ഇടേ സൈഡാണ് നമ്മുടെ മ്യൂസിയം. അപ്പോൾ നമ്മൾ ആകാശയാത്രയാണ്. ഇപ്പോൾ ഇവിടെ എത്തി, നമ്മൾ മ്യൂസിയം ജംഗ്ഷനിലാണ്. കനകക്കുന്ന് കൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ജംഗ്ഷനിലെത്തി. അവിടെയും ഉണ്ട് പ്രതിമ. നമ്മളിപ്പോൾ എത്രയും 3 പ്രതിമ കണ്ടു. സി കേശവൻ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണിത്. ഇതേ കാണുന്നത് നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അതൊരു നാരായണ ഗുരു മ്യൂസിയമാണ്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മ്യൂസിയം. അപ്പോൾ ഇവിടെ 4:45 എന്തായാലും ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യകാന്തി എക്സിബിഷൻ ഗ്രൗണ്ട് കഴിഞ്ഞു. അതായത് ഇതിനുള്ളിലാണ്, ഏതാണ് മ്യൂസിയത്തിനുള്ളിലാണ്. അപ്പോൾ ഇതാണ് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. വളരെ പേര് കേട്ടതാണ് പല കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ കനകക്കുന്ന് കൊട്ടാരം ആ വഴി എത്തിയിരിക്കുന്നു. കനകക്കുന്ന് കൊട്ടാരം, അവിടെയും ഉണ്ട് പ്രതിമ, കരുണാകരൻ്റെ പ്രതിമ. അപ്പോൾ എത്രയായി പ്രതിമ? 5. ഓക്കെ, ഇതാണ് കനകക്കുന്ന് കൊട്ടാരം, ആകാശ കാഴ്ച. അപ്പോൾ കനകക്കുന്ന് കൊട്ടാരവും കഴിഞ്ഞ് ഇവിടെ ഉള്ളത് നമ്മുടെ എൻജിനീയേഴ്സ് ഹാള്, നമ്മുടെ വെള്ളത്തിൻ്റെ ഓഫീസ്. അത് ഒരു പ്ലെയിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒറിജിനലാണ്, പണ്ടത്തെ ജവഹർ ബാലഭവനാണ്. പിന്നെ എന്താണ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഓഫീസ്. പിന്നെ കെൽട്ടോൺ ഓഫീസാണിത്. ഏതാണ് കെൽട്ടോൺ ഓഫീസ്? കാണിച്ചു തരാം. ഇതേ കാണുന്നു നമ്മളെ കെൽട്ടോൺ ഓഫീസാണ്. മാനവീയം വീതിയാണ് ഈ നേരെ കാണുന്നത്. നമ്മൾ ഈ പ്രതിഭ, പ്രതിഭത്തെ 6ാമത്തെ പ്രതിഭ കാനനഗാന്ധി എന്ന് പറയുന്നത് ഏതാണ് മാനവീയം വീതി. അപ്പോൾ ഇതാണ് കെൽട്രോൺ ഓഫീസ്. കെൽട്രോണിൻ്റെ എന്താ പറയുന്നത്, കെൽട്രോൺ സമുച്ചയമാണ്. കെൽട്രോണിൻ്റെ ഓഫീസും കെട്ടിടങ്ങളും. ഇപ്പോഴത്തെ എയർ ഇന്ത്യൻ്റെ ഓഫീസായിരുന്നു, ഇപ്പോൾ അത് വേറെ ഓഫീസാക്കി. അപ്പം തന്നെ കവടിയാറ്, ശാസ്തമംഗലം, കണ്ടോളൂ കെൽട്രോണിൻ്റെ ഓഫീസ്. ഈ ജംഗ്ഷൻ്റെ വെള്ളയമ്പലമായി. എവിടെ എത്തി? വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ രാജ്ഭവൻ, ഇടത്തോട്ട് പോയാൽ കവടിയാറ് രാജ്ഭവൻ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളയമ്പലം സ്ക്വയറിലെത്തി. വെള്ളയം സ്ക്വയറിൽ നിന്ന് ലെഫ്റ്റ് പിടിക്കുകയാണ്. ഇത് വെള്ളയമ്പലം സ്ക്വയർ. അവിടെ നമ്മൾ ഇത് കാത്തലിക്കില്ലേ, അവരുടെ ആനിമേഷൻ സെൻ്ററാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ആനിമേഷൻ സെൻ്ററാണ് ഈ വെള്ള ബിൽഡിംഗ്. അപ്പം നമ്മളിനി ലക്ഷ്യം വെക്കുന്നത് രാജ്ഭവൻ, നമ്മളെ ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മൾ ഗവർണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വസതിയാണ് അടുത്ത ഇത് ആനിമേഷൻ സെൻറ്റർ കത്തോലിക്കരുടെ. അപ്പോൾ ഇതാണ് രാജ്ഭവൻ നമ്മുടെ ഗവർണറുടെ വസതി. ഇതൊരു ഗേറ്റാണ്, രാജ്ഭവനിലെ മറ്റൊരു വഴി. ഈ കവടിയാറാണ്. ജവഹർ നഗർ ജില്ലാ കഫേ കോഫിയുടെ ഷോപ്പുണ്ട്. നമ്മളവിടെ കവടിയാറെത്തി.
കവടിയാർ ഗോൾഫ് ക്ലബ്ബാണ്. ഈ പെട്രോൾ പമ്പിന് അപ്പുറം കാണുന്ന കവടിയാർ ഗോൾഫ് ക്ലബ്. ഇവിടെ മറ്റൊരു ഇതുണ്ട്, ഒരു പള്ളി, എന്താണ് സാൽവേഷൻ ആർമിയുടെ ഒരു പള്ളിയും ആസ്ഥാനവും. പേരൂർക്കട, ഇടത്തോട്ട് നേരെ പോയ പേരൂർക്കട, ഇടത്തോട്ട് പട്ടം. സൈൻ ബോർഡ് കണ്ടല്ലോ. അപ്പോൾ ഇതൊരു പാർക്കാണ്, ഇതൊരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. ഇച്ചിരി ഞാൻ കാണിച്ചില്ല, മുന്നോട്ട് പോകാൻ കാണിക്കാം. ഇതാണ് ഈ പാർക്ക് കണ്ടോ. അവിടെ ഒരു പ്രതിമയുണ്ട്. ആരാണ്? നമ്മളെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ. എത്രയായി? 7 അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തിനൊരു പ്രത്യേകത തന്നെ എന്താ? പ്രതിമകളുടെ നഗരമെന്നാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് അറിയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിമയുള്ളൊരു നഗരമാണ് തിരുവനന്തപുരം പട്ടണം. ഹീരാൻ്റെ ഫ്ലാറ്റ്. ഇപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ വെള്ളയമ്പലം കവടിയാറ് കഴിഞ്ഞു, വെള്ളയമ്പലം കഴിഞ്ഞു, കവടിയാറ് കഴിഞ്ഞു. ഈ ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ വീടാണ് ആ ഡോറില്ലേ നമ്മൾ കാണുന്നത്. അതാണ് തമ്പുരാട്ടിയുടെ, നമ്മളെ രാജവംശത്തിൻ്റെ വാസഗേഹമാണത്. അവരുടെ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബസ് അങ്ങ് അതിലോട്ട് പോകുന്നു. ഇതാണ് സിറ്റി റെഡ്. വണ്ടി ഒന്ന് കുലുങ്ങിയ പോകുന്നു, ഞെട്ടിപ്പോയതാണ്. അപ്പോൾ ഇതാണെന്താണ് കൊട്ടാരത്തിൻ്റെ വാതിൽ കണ്ടല്ലോ. നമ്മളെ പണ്ട് കേരളം ഭരിച്ച രാജാക്കന്മാർ അവരുടെ വീടാണിത്, കൊട്ടാരം. അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചു. പാർക്കിൽ ഇങ്ങനെ പഞ്ചായത്തടിക്കുന്ന പിള്ളേരെ കാണാം. വിവേകാനന്ദ നമ്മൾ റിട്ടേൺ അടിക്കുന്നു. അവിടെ പോയിട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഇടത് സൈഡിലെ നേരത്തെ കണ്ടത്, അതിന് 2 സൈഡും കാണാം. ഈ സൈഡ് ഇതിന് ഓപ്പോസിറ്റാണ് ഗോൾഫ്. അപ്പുറം ഗോൾഫ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കവടിയാർ ചെന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. വെള്ളയമ്പലത്തിൽ നിന്ന് കവടിയാർന്ന് രാജ്ഭവനിൽ, അവിടെ നിന്ന് രാജ്ഭവൻ ആ ജംഗ്ഷൻ എന്താ പറയുക, അത് വെള്ളയമ്പലം ജംഗ്ഷനാണ്. വെള്ളയമ്പലത്തിൽ നമ്മൾ സ്ട്രെയിറ്റ് വന്നു, കവടിയാർ രാജ്ഭവൻ കണ്ടു. അത് നമ്മൾ തിരിച്ചു പോകും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗോൾഫ് ക്ലബ്ബാണേ. ആ 2 കുട്ടി കുസൃതികളൂടെ ഉണ്ട്. അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് പിള്ളേർ, യാത്രക്കാരെ. അങ്ങനെ തിരുവനന്തപുരം കാണാൻ ഇറങ്ങിയവരൊക്കെ ഉണ്ട്. മേലെ ഇരിക്കാൻ ആൾ കുറവാണ്. നമ്മൾ നേരത്തെ റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നടക്കുന്നു. അപ്പോൾ നമ്മൾ ജവഹർ നഗർ, ഇടത്തോട്ട് പോയാൽ ജവഹർ നഗറാണ്. അതുകൊണ്ട് നമുക്ക് ഗവർണർ വസതി കണ്ടേച്ച് പോവാം. ഈ ഒരു വലിയ കൊട്ടാരത്തിലാണ് ഗവർണറുടെ വാസം. കേരള രാജ്ഭവൻ ഇങ്ങനെ പുല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. എഴുതിയില്ലല്ലോ, കൊത്തി വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ശീലയൊക്കെ തലയിലടിക്കണം കേട്ടാ. ഇത് നമ്മുടെ മോഡൽ ഹോസ്റ്റൽ ഫോർ ബോയ്സിൻ്റെ ഹോസ്റ്റലാണ്. നമ്മളിപ്പോൾ വെള്ളയമ്പലം ജംഗ്ഷൻ, വെള്ളയമ്പലം തിരിച്ച് നമ്മൾ വെള്ളയമ്പലം ജംഗ്ഷനിൽ. അപ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിലെ സിഗ്നൽ കിട്ടി. 4 കൂടി മുക്കാണ്. ഇടത്തോട്ട് ശാസ്തമംഗലം, വലത്തോട്ട് നേരെ പോയ പാളയം, സ്റ്റാച്യു പാളയം, നമ്മൾ മ്യൂസിയം കണ്ടില്ലേ, ആ വഴിയൊക്കെയാണ്. ഇങ്ങോട്ട് ശാസ്തമംഗലം.
നമ്മളിവിടെ ഇവിടെ പണി നടക്കണം. ഇതാണ് കെൽട്രോണിൻ്റെ ഓഫീസ്, ഞാൻ നേരത്തെ കാണിച്ചു കെൽട്രോൺ. പിന്നെ നമ്മൾ വന്നതുപോലെ മ്യൂസിയം വഴി കനകക്കുന്നും കണ്ടേച്ച് പോവാം. ലെഫ്റ്റ് സൈഡിൽ ഇതൊരു കണ്ണാടി തടസ്സമുണ്ട്, ഞാൻ പുറകെ എടുക്കാം. അപ്പോൾ ഇത് കെൽട്രോൺ സീഡിറ്റിൻ്റെ ഓഫീസ്. കെൽട്രോൺ സീഡിറ്റൊക്കെ ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത്, ഞാൻ നേരത്തെ കാണിച്ചേ. അപ്പോൾ എന്താണ് നമ്മുടെ മാനവീയം വീതി, ഇതേ കാണുന്നതാണ് മാനവീയം വീതി. ജലഭവൻ, സിറ്റി ജലഭവൻ, കേരള വാട്ടർ അതോറിറ്റി. ഈ പിളയൊന്നുകൂടെ കാണിച്ചു കേട്ടാ. നവാദടയാൻ കനകക്കുന്ന് കൊട്ടാരം. നമ്മൾ ശരിക്കും ഇതുവഴി ആദ്യം വന്നിട്ട് തിരിച്ചു പോവുകയാണേ. മ്യൂസിയം വഴി തിരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിറ്റി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. ശംഖുമുഖം ഒക്കെ കണ്ടേച്ചാണ് വരേണ്ടത്. ഇപ്പോൾ എവിടെത്തി നമ്മൾ? മ്യൂസിയം ജംഗ്ഷനിലെത്തി. മ്യൂസിയം ജംഗ്ഷനിലെത്തി. ചിൽഡ്രൻസ് പാർക്കുണ്ട്. ശ്രീനാരായണ ഗുരു പാർക്കാണത്. ഇത് നമ്മൾ കണ്ടതാണ് നേരത്തെ, കരുണാകരൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ, ഇപ്പുറത്ത് നാരായണ ഗുരുവിൻ്റെ പ്രതിമ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എത്തി, നഗരസഭയിലെത്തി. സമരം തീർന്നില്ലേ? തിരുവനന്തപുരം നഗരസഭ. ഇത്ര ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ കണ്ട LMSൻ്റെ ബിൽഡിംഗൊക്കെ. ഇത് നമ്മൾ നേരത്തെ ജിമ്മി ജോർജ് സ്റ്റേഡിയം അല്ലേ, അതിലൊരു മറ്റൊരു നമ്മൾ അവിടെ പോയിട്ട് കറങ്ങിയാണ് ഇവിടെ തിരിഞ്ഞ് ഇടത്തോട്ട് പിടിച്ചാണ് മ്യൂസിയത്ത് പോയത്. ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ, പാളയം ബോയ്സ് ഹോസ്റ്റലാണിത്. ഗവൺമെൻറ് കോളേജ് ഫോർ. അപ്പോൾ നമുക്ക് അടുത്ത് പബ്ലിക് ലൈബ്രറി കണ്ടായാലോ? പബ്ലിക് ലൈബ്രറി, കേരള സ്റ്റേറ്റ് പബ്ലിക് സെൻട്രൽ ലൈബ്രറി. അതിന് ഫൈൻ ആർട്സ് കോളേജാണ്, കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ സിഗ്നലായിട്ടുണ്ട്. ഇവിടെ ഏത് ജംഗ്ഷനാണ്? നമ്മളിപ്പം പാളയം ജംഗ്ഷനിലാണ്. ഇത് ഒരു ക്രിസ്ത്യൻ ദേവാലയം, കല്ലറ കുഴപ്പമുണ്ട്. ഇത് കാണുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, നേരത്തെ കണ്ടതാണേ. ഫൈൻ ആർട്സ് കോളേജിലേക്ക് തിരികാം. കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. നമ്മൾ കൊമ്പൻസിൻ്റെ ഫുട്ബോൾ മാച്ചൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന മാച്ച്. അപ്പോൾ കാണുക, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അതെന്താ എഴുതി വെച്ചേക്കണേ? കേരള പോലീസ് ജൂബിലി ടോർച്ച് ടവറാണ്. 3 വാക്ക് ചെയ്തിട്ടുണ്ട്: സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിസ്. നമ്മൾ നേരത്തെ കണ്ട പാളയം പള്ളി, ഇതിനപ്പുറത്തെ മസ്ജിദ്. ആ 3 ദൈവാലയത്തിലും കയറി പ്രാർത്ഥിച്ചിട്ട് ഇപ്പുറം വന്ന് വേണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ കണ്ണിമേറ മാർക്കറ്റ് കാണിച്ചില്ലേ, ആ വിട്ടുപോയത് ഇപ്പോൾ കാണിച്ചേക്കാം.
നമ്മുടെ ഗണപതി അമ്പലത്തിന് ഓപ്പോസിറ്റാണ് കണ്ണിമര മാർക്കറ്റ്. ഈ മുസ്ലിം മസ്ജിദിനും ഗണപതി അമ്പലത്തിനും ജസ്റ്റ് ഓപ്പോസിറ്റാണ് കണ്ണിമേറ മാർക്കറ്റ്. വളരെ പഴക്കം ചെന്നൊരു മാർക്കറ്റാണ് കണ്ണിമേറ മാർക്കറ്റ്. പാളയം മാർക്കറ്റ് എന്നാണ് ഈ സാധനമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും എപ്പോൾ എത്തി? നമ്മൾ നേരത്തെ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ജംഗ്ഷനെത്തി. സാവല്യം കോംപ്ലക്സ്, ക്യാമറയൊക്കെ കൊണ്ട് ഫോട്ടോ എടുക്കും. വാഹനയാത്രയൊക്കെ സൂക്ഷിക്കുക. ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്. ക്യാമറയുടെ ചുറ്റിനും ക്യാമറയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എവിടെ വിക്ടോറിയ ഹാളിലെത്തി. വിക്ടോറിയ മീൻസ് ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ്, അയ്യങ്കാളി ഹാള്, എല്ലാം ബ്രിട്ടീഷുകാർ വെച്ച കെട്ടിടങ്ങളാണ്. പള്ളിയുണ്ട്. സമാധാന രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എന്ത് പള്ളിയാണത്? ബസിലിക്ക സീറോ മലങ്കര കാത്തലിക് ചർച്ചാണ്. ഇവിടെ നല്ല ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം സംശയമുണ്ട്. ആ സ്റ്റേഡിയത്തിൻ്റെ ബാക്കി. അപ്പോൾ നമ്മൾ ഇനി ഇതറിയണ്ടേ, ഇതെന്താണ്? MLA ഹോസ്റ്റൽ. നമ്മുടെ സാമാജികരൊക്കെ താമസിക്കുന്ന MLA ഹോസ്റ്റലാണിത്. ഇപ്പോഴത്തെ ലൈബ്രറി ഇൻഫർമേഷൻ്റെ ഒരു ഓഫീസ് കൂടെയാണിത്. കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി. അപ്പോൾ MLA ഹോസ്റ്റലാണ്. 8ാമത്തെ ബിൽഡിംഗ് കണ്ടു. ഇതാണ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫീസ്. കേരള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ വിവാദങ്ങൾ നിൽക്കുന്ന സംഭവങ്ങളെല്ലാം AKG സെൻറ്റർ, AK ഗോപാലൻ സെൻറ്റർ കാണിച്ചു തരാം. പല സൈഡാണ് ഇത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകുവശം. അപ്പോൾ ഇതാണ് AKG സെൻറ്റർ. ഇതാണ് നമ്മുടെ AKG സെൻറ്റർ. സെൻറ്റ് ജോസഫ് സ്കൂളാണ് ഈ പറഞ്ഞത്. നമ്മളിപ്പോൾ എവിടെ എത്തി? പാളയം കഴിഞ്ഞ് നേരെ നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ, ഇത് സെൻറ്റ് ജോസഫ് സ്കൂള്, നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി. സ്കൂളിൽ ഫെസ്റ്റാണ്. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യണം. അതൊക്കെ വഞ്ചിയൂര് എയർപോർട്ട് നേരെ പോയാൽ ഇങ്ങോട്ടാണ്, ഇടത്തോട്ട് പോയാൽ വഞ്ചിയൂര്, നേരെ പോയാൽ എയർപോർട്ട്. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് എന്തെന്നാണ് സംഭവം? നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പിടിച്ചാൽ വഞ്ചിയൂർ കോടതിയില്ലേ, വഞ്ചിയൂർ കോടതി കാണാം. കോടതി പോകുന്നതന്നെ നമ്മുടെ വഞ്ചിയൂർ കോടതി. ഹൈക്കോടതി ഒന്നല്ലേ ഉള്ളൂ കൊച്ചിയിൽ. ഇത് ഹൈക്കോടതിയല്ല, തിരുവനന്തപുരത്തെ ബഡാ കോടതി. അപ്പോൾ നമുക്ക് തൈക്കാടല്ല, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലാണ് ഇത്. വഞ്ചിയൂർ നമ്മൾ കോടതി പോകുന്ന റോഡാണത്. ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം. ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം. ഇവിടെ കണ്ണാശുപത്രി ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ എന്താണ് നമ്മുടെ സ്കൂള് വിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ പോകാൻ നിൽക്കുന്ന സമയമാണിപ്പോൾ. ഇതെന്താണ്? ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ പണി നടക്കുന്നു. അതെ. അടുത്തെന്താണ്? ACR ലബോറട്ടറി, KHRWS ആസ്ഥാന മന്ദിരം. ഈ റെഡ് ക്രോസിൻ്റെ സൊസൈറ്റീൻ്റെ ഒരു ഓഫീസാണത്. ട്യൂബർക്ലോസിസ് ഓഫ് കേരളയുടെ ഈ രണ്ട് ചുറ്റും ആശുപത്രിയുമായിട്ട്, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. ഈ ജംഗ്ഷൻ്റെ പേര് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ. കഴിഞ്ഞ് താഴോട്ട് നമ്മൾ പള്ളിമുക്കിലോട്ടാണ് പോകുന്നത്.
സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജി തിരുവനന്തപുരം. അയ്യോ 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 അയ്യോ. അപ്പോൾ ഞാനിത് പറയുന്നത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി തിരുവനന്തപുരം. ചിലരൊക്കെ ഈ എക്സാമിനൊക്കെ വരുമ്പോൾ ഈ ഇത്തരം പ്രദേശങ്ങൾ അവർക്ക് പിടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. അടുത്ത് നമ്മുടെ ഒരു ഫേമസ് ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഇച്ചിരി സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പാറ്റൂർ. നമ്മളപ്പോൾ എവിടെ എത്തി? നമ്മൾ പാറ്റൂർ എത്തി നഷ്ടം. ഇവിടെയും ഒരു മുക്കുണ്ട്, 4 കവൽ അല്ലേ, 4 കൂടിയ മുക്ക്. റൗണ്ട് അബൌട്ട് എന്ന് വേണമെങ്കിൽ പറയാം. റൗണ്ട് ഇല്ല, പക്ഷേ ഇതൊരു 4 കവല. എവിടെ എത്തി? പാറ്റൂരാണ്. ഇടത്തോട്ട് പോയാൽ വഞ്ചൂര് പിടിക്കാം, വലത്തോട്ട് പോയാൽ എവിടെ എത്തും? വലത്തോട്ട് പോയി എവിടെ എത്തും? 2 മിനിറ്റ് ഓർക്കേണ്ടതാണ്, നോക്കട്ടെ. നമ്മൾ 3:30 തുടങ്ങിയ യാത്രയാണ് കേട്ടോ. എപ്പോൾ തീരും നോക്കാം. 3:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം 3:50 പള്ളിമുക്ക് പേട്ട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പള്ളിമുക്ക് പേട്ട ജംഗ്ഷൻ. ഇവിടെ ഒരു ഫേമസ് പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. പണ്ട് പ്രേമിച്ച് ചേർന്ന കാലത്ത് ഞാനും എൻ്റെ വൈഫും നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു നല്ല കഞ്ഞിയും ചമ്മന്തിയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ പള്ളി നല്ല സൂപ്പർ കഞ്ഞിയും ചമ്മന്തിയാണ്. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷൻ, പേട്ട പോലീസ് സ്റ്റേഷൻ. വിവാദങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്തൊരു പോലീസ് സ്റ്റേഷനാണ് പേട്ട പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വിടുവാണ്. സ്ട്രെയിറ്റ് വിടുമ്പോൾ നമ്മൾ എത്തും പള്ളിമുക്കാണ് ഈ ജംഗ്ഷൻ. പള്ളിമുക്ക് കഴിഞ്ഞു, ഒരു അമ്പലം കഴിഞ്ഞു, അതൊരു ആൾത്തറ. കംപ്ലീറ്റ് വയറാണ്. സൂക്ഷിച്ചതിന് തലവാണ് ഇതാണ്. അപ്പോൾ നമ്മളൊരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ടുണ്ട്. അതൊരു റെയിൽവേ ക്രോസ് ആയിരുന്നേ. ആ ഓവർ ബ്രിഡ്ജ് റെയിൽവേ ക്രോസിൻ്റെ മുകളിൽ കൂടെ കയറി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടുത്ത ട്രാഫിക് സിഗ്നലിൻ്റെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ വേണ്ടത് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. നമ്മളതിന് ഇപ്പോൾ എത്ര ട്രാഫിക് ബ്ലോക്കിലായി. ഓരോരുത്തർ സിഗ്നലുണ്ട്. അപ്പോൾ പേട്ട ജംഗ്ഷനാണ്. നല്ല ചിപ്സിൻ്റെ മണം. എവിടെയോ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. എവിടെയോ ആണ് ചിപ്സ് ഉണ്ടാകും. അവിടെ തന്നെ ചിപ്സ് കട പറയണ്ടേ. അത് തന്നെ ചിപ്സ് കട. അപ്പോൾ ഇതാണ് നാഷണൽ ബേക്കേഴ്സ് പിന്നെ കെപ്കോയിൻ്റെ കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ്റെ ഓഫീസാണ്. ഇവിടെ പോയാൽ ചിക്കൻ വില കുറച്ച് കിട്ടും. ഇപ്പോൾ വെറ്റിനറി ന്യായവില മെഡിക്കൽ ഷോപ്പുണ്ട്, ചിക്കൻ ഷോപ്പുണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ സർക്കാർ മൃഗ ആശുപത്രിയും ഇവിടെ ഉണ്ട് അല്ലേ സിറ്റിയിൽ. അപ്പോൾ ഇവിടെ വന്ന മൃഗാശുപത്രി കാണാനാണ്, മൃഗാശുപത്രിയാണത്. അപ്പോൾ നല്ല കാഞ്ഞിര വിളാകം ദേവീക്ഷേത്രം, ആൾത്തറ. നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്? ബൈപ്പാസ് റോഡിൽ ചെന്ന് കയറി ഇടത്തോട്ട് പോയ മാൾ ഓഫ് ട്രാൻസ്പോർ, നേരെ പോയ എയർപോർട്ട്. അപ്പോൾ ബൈപ്പാസാണ്. ഇടത്തോട്ട് പോയാൽ കന്യാകുമാരിക്കും, വലത്തോട്ട് പോയാൽ കൊച്ചി, എറണാകുളം. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷൻ എവിടെ എത്തി? ചാക്കയിലോട്ടുള്ള യാത്ര, എയർപോർട്ട് ജംഗ്ഷനിലേക്കാണ്. ഇവിടെയും ഒരു സിഗ്നലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തും. ഇടത്തോട്ട് പോയാൽ എയർപോർട്ടിന് ഒരു ഗേറ്റ് ഉണ്ട്, ഫസ്റ്റ് ഗേറ്റ്. സെക്കൻഡ് ഗേറ്റ് അപ്പുറത്തും. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടരികിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതാണ് ആ കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റാണ്, കേരള സർക്കാർ സ്ഥാപനം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തി. നേരെ പോയ ശംഖുമുഖം, ഇടത്തോട്ട് കോവളം, വലത്തോട്ട് എറണാകുളം. SP ഫോർട്ട് ഹോസ്പിറ്റലും ലെഫ്റ്റ് സൈഡാണ്. ഗവൺമെൻറ് UP സ്കൂൾ ചാകെ. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് ഈ ബൈപ്പാസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണാടിക്ക് മുന്നിൽ വന്നത്. ക്ലിയർ ഇല്ല, അപ്പോൾ ഞാൻ പുറകെ പോവാം.
തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല കരുണാകരൻ ഗവൺമെൻറ് UPS ആണത്. ഗവൺമെൻറ് UP സ്കൂൾ ചാക്കയിൽ. അപ്പം ഇവിടെയും ഉണ്ട് അജിഫാൻ ഇല്ലേ, അത്യാവശ്യം വന്നാൽ ഇവിടെ നിന്നും ഡേറ്റ്സ് കിട്ടും. നമ്മളിവിടെ ജംഗ്ഷനിലാണ് ഇപ്പോൾ. ഇവിടെ ചാക്ക അങ്ങോട്ടാണ് മാൾ ഓഫ് ട്രാവൻകൂർ. ഇതേ അവിടെയാണ്. അങ്ങോട്ടാണ് മാൾ ഓഫ് ട്രാവൻകൂർ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നേരെ വലത്തോട്ട് പോയാൽ എറണാകുളം, ഇടത്തോട്ട് പോയാൽ കോവളം, കന്യാകുമാരി. അപ്പോൾ നമ്മുടെ സഞ്ചാരം എയർപോർട്ടിലേക്ക് തിരിക്കും. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ഡൊമസ്റ്റിക് അല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. നമ്മൾ കാണുന്നതെല്ലാം എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. ടെർമിനൽ 1. പ്ലെയിനിൻ്റെ വർക്ക്ഷോപ്പാണ്, പണി കിടക്കണ. അപ്പോൾ ഇതാണ് ചാക്ക IT ആണ്. ചാക്ക IT സർക്കാർ ചാക്ക IT ആണ്. ഗവൺമെൻറ് IT. എയർപോർട്ട് കണ്ടുകൊണ്ട് ആ പ്ലെയിനൊക്കെ നിരന്ന് കിടക്കണേ. ബ്രഹ്മോസിൽ പിടിക്കാം. റഷ്യയും ഇന്ത്യയും തമ്മിൽ കരാറുള്ളൊരു ബ്രഹ്മോസ് എയറോസ്പേസ് ആണിത്. ആൻ്റണിയുടെ കാലത്താണ്, ആൻ്റണി മന്ത്രിയായിരുന്ന സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. എയറോസ്പേസ് എന്ന് പറയും. ബ്രഹ്മോസ് എന്നാണ് ഇതിൻ്റെ പേര്. മോസ്കോയും ബ്രഹ്മാവും രണ്ടും കൂടി ചേർത്ത് അങ്ങനെ ബ്രഹ്മോസാക്കി. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് അപ്പുറം കാണുന്നത് ഓൾ സെയിൻസ് കോളേജാണ്. ഒരുപാട് സുന്ദരന്മാരുള്ള ഓൾ സെയിൻസ് കോളേജ് ഗേറ്റ് നമ്മളിങ്ങനെ കണ്ടു പോകുന്നു. അപ്പുറമുണ്ട് സുന്ദരന്മാരുള്ള കോളേജ്. എന്ത് കോളേജാണ്? സെൻറ്റ് സേവിയേഴ്സ് കോളേജാണ്, മിക്സഡ് കോളേജാണ്. ഇത് ഓൾ സെയിൻസ് കോളേജ്. ഇവിടെയാണ് എൻ്റെ പെണ്ണുമ്പിള്ള പഠിച്ചതും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കറങ്ങാൻ പോയതൊക്കെ ഈ സ്ഥലം വഴിയാണ്. അപ്പുറം നമ്മുടെ ശംഖുമുഖം. ഇത് എയർപോർട്ടിൻ്റെ മറ്റൊരു ഭാഗം. നമ്മൾ സിറ്റിക്കകത്ത് കിടന്നുള്ള കറക്കമാണേ. അപ്പുറത്തെ കടയിലുണ്ട്. നമ്മുടെ വെട്ടുകാട് പോകാൻ തോന്നുന്നത് അതുവഴിയാണ്. ശംഖുമുഖം പോയിട്ട് വെട്ടുകാട് പോകുന്നതാണ് തോന്നുന്നത്. ബസ് അങ്ങനെയാണ്. ഇത് പോകുന്നത് നേരെ ശംഖുമുഖത്തായാണേ. ദൂരൊരു പ്ലെയിനാണ്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. കാണും
എഴുതിയിട്ടുണ്ട്. ശംഖുമുഖം ദേവീ ക്ഷേത്രമാണിത്. എവിടെ എത്തി? ശംഖുമുഖം ദേവി ക്ഷേത്രത്തെത്തി. ശംഖുമുഖം കണ്ടു. ഇതാണ് ശംഖുമുഖം. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ വണ്ടി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നേരെ പോയ ശംഖുമുഖം മത്സ്യകന്യക ബീച്ച്, ഈ കാണുന്നത് ശംഖുമുഖം ദേവീക്ഷേത്രം. അവിടെ പോയ ബീച്ച്, നാസ പെയിൻറ്റ്സ്, നാസ ഇലക്ട്രിക്കൽസ്, ഒരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. വില കുറച്ചൊക്കെ സാധനം കിട്ടുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ ചാക്ക എത്തി. ചാക്ക ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത് ഈ ബൈപ്പാസ് റോഡ് എത്തി. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോയാൽ എന്താ പറയുക, നമ്മുടെ എറണാകുളം. വലത്തോട്ട് പോയാൽ കോവളം. മോൾ ഓഫ് ട്രാൻകൂർ വലയ സൈഡാണ്. നമ്മളപ്പോൾ ഇടത്തിന് പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കൊച്ചിക്കാണ്. കൊച്ചിക്ക് പോകുന്ന ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊച്ചി, എറണാകുളം. അണ്ടർ പാസേജ് പണിയൊക്കെ നടക്കുന്നത്. കൊച്ചി പോലെ ഡെവലപ്പ് ആയിട്ടില്ല, പണി നടക്കണുണ്ടോ. നേരെ പോയ ലുലു കാണാവേ, ലുലു. അപ്പോൾ നമ്മൾ ബൈപ്പാസിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ചാക്കയിൽ വാഴുന്ന ശ്രീ ബാലമുരുകസ്വാമി ക്ഷേത്രം, മറ്റൊരു അമ്പലം. ശരിക്കും ആകാശ കാഴ്ചയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ശരിക്കും ആകാശ കാഴ്ചയാണ്. വേൾഡ് മാർക്കറ്റ് ബൈപ്പാസ് ചെയ്ത്, ബൈപ്പാസ് എറണാകുളം തിരിയുന്ന രീതിയിൽ ബൈപ്പാസ് ചെയ്ത് എല്ലാ ബ്രാൻഡ് കമ്പനീസിൻ്റെയും എന്ത് കാണാൻ ഷോറൂമുണ്ട്. പണ്ട് വയൽ ടെക്നോളജിയുടെ വേൾഡ് മാർക്കറ്റാണ് താഴെ കാണുന്നത്.
ഭാഗത്ത് എന്തായിരിക്കും? സിമ്പിൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതുകൂടെ കണ്ടു. വേലി കായലാണ്. വേലി, ആക്കുളം വേലിയില്ലേ, അറ്റത്താണ് വേലി. നമ്മളിപ്പോൾ ഇവിടെ വന്ന് തിരിഞ്ഞു. ലുലു കഴിഞ്ഞിട്ട് ആ ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ് കണ്ടത്. നമുക്കിനി ഇവിടെ പിടിക്കാം. നമുക്കിനി ഇപ്പോഴത്തെ ദിശയിലേക്ക്. താമര ഹോട്ടലുണ്ട്. പണിയൊക്കെ നടക്കുന്നുണ്ട്. പുതിയ പുതിയ ഹോട്ടലിൻ്റെ പണിയൊക്കെ നടക്കണം. ഒന്നിൻ്റെ പണി ഇങ്ങനെ സ്തംഭിച്ച് കിടക്കുന്നു. അപ്പോൾ നേരത്തെ കണ്ട കായലിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ്. നമ്മൾ ഈ എറണാകുളത്തേക്ക് പോകുമ്പം അവിടെയും ഇങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ ഒരു എറണാകുളം ഫീൽ തോന്നാം. ലുലുവിൻ്റെ ഓപ്പോസിറ്റാണേ. ലുലുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മൈജി ഷോപ്പ്. ഹോട്ടൽ ഓമൈ താമര. ഫേവറേറ്റ് ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അടുത്തൊരു ട്രാഫിക് ജംഗ്ഷനിലെത്തി. നമ്മൾ സിഗ്നലായിട്ടുണ്ട്. കൊച്ചുവേളി, കോവളം. വഴിയോര കച്ചവടക്കാർ
ഇപ്പോൾ എത്രയും മണി 4:30 അപ്പോൾ നമ്മൾ ശരിക്കും 3:30 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 4:30 എവിടെ എത്തി? ലുലുവും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വിടുവാണ്. ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നത് കണ്ടേ ചിലർക്കൊക്കെ സന്തോഷമാണ്. അവർ കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാഴ്ചകളാണ്. നമ്മളെ മഹാബലിയാണ്. ഇത് ലോർഡ്സ് ഹോസ്പിറ്റൽ, ആനേറ ലോർഡ്സ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണിത്. ലോർഡ്സ് ഹോസ്പിറ്റൽ സോഫാസ് ആൻഡ് മോട്ടർ ഷോറൂമുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരത്തെ പോയത് ലുലുവിൻ്റെ സൈഡായിരുന്നു. ഇത് നമ്മൾ വന്ന് തിരിച്ചു പോവുകയാണ്. ലുലു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ പോയി ആ ജംഗ്ഷനിൽ പോയിട്ട് റിട്ടേൺ അടിക്കുക. റോയൽ ഡ്രൈവ് പ്രീ ഓൺഡ് ലക്ഷറി കാർസിൻ്റെ ഒരു ഷോറൂമാണ്. അപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയുടെ 3/4 ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വേളി നമ്മൾ പിടിച്ചില്ല. കൊച്ചുവേളി നമ്മൾ ആ ഓൾ സെയിൻസ് കണ്ടില്ല, അവിടെ നിന്ന് ലെഫ്റ്റോട്ട് പിടിച്ചാലാണ് കൊച്ചുവേളി എത്തുക. ഒരുപാട് കാറിൻ്റെ ഷോറൂംസ്, യൂസ്ഡ് കാർസ് ആൻഡ് ശരിക്കും അല്ലാതെ ബ്രാൻഡഡ് കാർസ് അല്ലേ, അതിൻ്റെ ഷോറൂം 2 സൈഡിലും. പ്രത്യേകിച്ച് ബൈപ്പാസുകളുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? കാർ ഷോറൂമുകൾ കണ്ടമാനം പറയപ്പെടുന്നു. മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കഴിഞ്ഞാൽ ടയോട്ട മെഴ്സിഡസ് ബെൻസിൻ്റെ ഓഫീസർ ഓട്ടോ വൈസ് കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബൈപ്പാസിൻ്റെ ഓരോ ചേർന്നുള്ള യാത്രയാണ് ഈ മേൽക്കൂര മേലുള്ള യാത്ര. അങ്ങനെ നമ്മൾ ഈഞ്ചക്കലിൽ നിന്ന് വലത്തോട്ട് കയറി
തിരിച്ച് നമ്മൾ ഈ സ്പോട്ട് എത്താറായി. പണ്ടത്തെ നിർമ്മിതിയില്ലേ, പണ്ടത്തെ മതിൽ കണ്ട കരിങ്കല്ല് വെച്ച് അടുക്കിയിട്ടുള്ള മതിലാണ്. നമ്മൾ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഈ കൊട്ടാരങ്ങളിലൊക്കെ അല്ലേ പണ്ടത്തെ ഒരു നിർമ്മിതിയാണ്. എന്നും ആ മതിലിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. കണ്ട സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് എത്തറേ, നമ്മൾ എവിടെ നിന്നാണോ സത്യസായി സേവാവാലയം, നമ്മൾ എവിടെ നിന്നാണോ തിരിച്ചത് ആ പോയിന്റിൽ വന്ന വഴിയല്ല, അതിൻ്റെ വേറൊരു ഷോർട്ട് കട്ട് വഴി തിരിച്ച് നമ്മൾ എത്താറായിട്ടുണ്ട്. തിരക്ക് കുറവായിരുന്നു, അത് ഒരു തരത്തിൽ നന്നായി. അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് ചുറ്റിപ്പോയാലും ട്രാഫിക് ബ്ലോക്ക് കുറവായതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു മണിക്കൂർ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം. 3:30 സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പം 4:40 അപ്പോൾ ഏതാണ്ട് ഒരു 1 hour ജേണിയാണ് ഈ സ്പോട്ടിൽ നിന്നും. 200 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന് മുന്നിൽ നേരെ പോയ മണക്കാട്, കമലേശ്വരം മണക്കാടാണ്. അത് നായെ കാണുന്നതാണ് ജയിൽ, പൂജപ്പുര, സോറി മറ്റേ ജയിൽ പൂജപ്പുര അല്ല, മറ്റേ എന്താണ് കമലേശ്വരം. നമ്മൾ ശരിക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ട ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വടക്കേക്കോട്ട എന്തേ കണ്ടില്ലെന്ന് കാണിച്ചു തരും. ബ്രേക്ക് വല്ലാത്ത ബ്രേക്കായി പോയി. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കണം. കണ്ടല്ലോ. യെസ്, മേളിൽ 200, താഴെ 100. മേളിൽ 200. അപ്പോൾ നമ്മളെ റൈഡ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ ബസ് ഒന്നുകൂടെ കണ്ടേച്ച് പോയാലോ. താഴെ 100 രൂപയേ ഉള്ളൂ, മുകളിൽ കയറണമെങ്കിൽ 200 രൂപ കൊടുക്കണം. ആകാശക്കാഴ്ച കണ്ടെങ്കിൽ 200 രൂപ, താഴെ 100 രൂപ. അപ്പോൾ നമ്മളെ വണ്ടി KSRTC സ്വിഫ്റ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്താണ് സിറ്റി റൈഡിൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. കണ്ട എല്ലാവർക്കും ക്ഷമയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. നന്ദി, വീണ്ടും കാണാം. ഇതും കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമാണല്ലേ. അടിച്ച് പാമ്പായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഇതേ കിടപ്പുണ്ട്, സിറ്റി റൈഡർ. കൂട്ടുകാരെ, ഞാൻ ഷാഹി ഇഫക്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്. കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ ഉണ്ട്. പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ, നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്.